ഹലോ എവ്രിബഡി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്യുന്നതിന് കാരണം ഇപ്പോൾ അഡ്മിഷൻ്റെ ടൈമാണ്. +2 പാസ്സായി നടക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. എന്ത് ചെയ്യണം, ഏത് കോഴ്സ് എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അവർ ഒത്തിരി അധികം വറീഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് 3 ഇയർ കോഴ്സുണ്ട്, 4 ഇയർ കോഴ്സുണ്ട്. 4 ഇയർ കോഴ്സ് 2007 ആരംഭിച്ചത്. അത് കൃത്യമായിട്ട് ഞാൻ പറയാൻ കാരണം, അത് ആരംഭിച്ചത് ലൂർദ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി, കുറ്റിച്ചൽ, ട്രിവാൻഡ്രത്താണത് തുടങ്ങിയത്. ആദ്യത്തെ കോളേജാണത്. അപ്പം അത് 2007 അതിൻ്റെ അപ്രൂവലെല്ലാം കിട്ടി. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അപ്രൂവൽ കിട്ടി. 4 ഇയർ ഡിഗ്രി കോഴ്സ് ആദ്യമായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ തുടങ്ങുന്നത് ഞങ്ങളാണ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ. അപ്പോൾ ഞങ്ങളതിൻ്റെ പയനിയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പലുമാണ്, അതിൻ്റെ ഫൗണ്ടർ പ്രിൻസിപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 4 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ബാച്ച് 2007 തുടങ്ങി 2011 ആദ്യത്തെ ബാച്ച് പുറത്തു പോയി. അങ്ങനെ ഓരോ വർഷവും ഓരോ ബാച്ച് സ്റ്റുഡൻസ് പുറത്തു പോയിക്കൊണ്ടിരുന്നു. അപ്പം ഇത് 4 ഇയർ ഡിഗ്രി കോഴ്സാണെന്ന് ഓർക്കണം. 3 ഇയർ ഡിഗ്രി കോഴ്സ് IHM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, കോവളത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, അവിടെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ 1990 മുതൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് അന്നാണ് തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. അവിടെ നിന്നുള്ള സ്റ്റുഡൻസ്, ആ കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായ സ്റ്റുഡൻസ് ഞങ്ങളുടെ ലൂർദ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2017 അവിടുന്ന് റിട്ടയർ ചെയ്ത് പോരുകയും ചെയ്തു. ഞാനിത് പറയാൻ കാരണം, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഈ കോഴ്സ് ഇതൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ്. ഓക്കെ, ഇത് പഠിച്ച് പാസ്സാകുന്നവർക്ക് ജോബ് അത് പഠിച്ച് പാസ്സാകുന്നതിന് മുമ്പിൽ തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. കാരണം ഇത് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ള എക്സ്പേർട്സ് വന്ന് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകും. ഉദാഹരണത്തിന് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഞാൻ പറയാം, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, USA, പിന്നെ ചില ഗൾഫ് രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവർ വരും. അങ്ങനെയാണ് അവർ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ആയതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കിച്ചണിൽ കയറി കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ കൂടെ കാണുമല്ലോ. അത് അവരെയൊക്കെ സംബന്ധിച്ച് വളരെ പ്ലസ് പോയിൻ്റാണത്. വാസ്തവത്തിൽ അവർക്ക് നല്ല ഷെഫുമാരൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും 4 ഡിപ്പാർട്ട്മെൻറ്റാണ് കോർ സബ്ജക്ട്സ് അല്ലെങ്കിൽ കോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. 1 ഫ്രണ്ട് ഓഫീസ്, 2 ഹൗസ് കീപ്പിംഗ്, 3 ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, 4 ഫുഡ് ആൻഡ് ബെവറേജ് പ്രൊഡക്ഷൻ. ഇങ്ങനെ 4 എണ്ണമാണ്. അപ്പോൾ ആ 4ലും നമ്മൾ നൈപുണ്യം നേടണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ച് പാസ്സാകണം. ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പോകാം. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൗസ് കീപ്പിങ്ങിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇൻട്രസ്റ്റ് വേണം. മൂന്നാമത്തേത് ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്. അത് നല്ല സർവീസ് ചെയ്യാനുള്ള നല്ല കഴിവ് വേണം. അതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. നല്ല പ്ലേറ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ചേറെ പ്ലേറ്റുകളൊക്കെ ഒരുമിച്ച് അത് ക്ലിയർ ചെയ്യുമ്പം, അങ്ങനെയുള്ള ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം അങ്ങനെയാണ് തുടങ്ങുന്നത്, മനസ്സിലായോ? പിന്നെ അതുള്ളത് ഫുഡ് പ്രൊഡക്ഷനാണ്. ആ പ്രൊഡക്ഷനിൽ നമ്മൾ പിന്നെ എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ കീഴെ നമ്മൾ ജോലി ചെയ്യുക ചെയ്യുന്നത്. അതിനകത്താണ് തന്നെ സൂസ് ഷെഫ്, അങ്ങനെ ഷെഫ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പല കീഴിട്ടുള്ള ഒരു ഇതുണ്ട്, ഹൈറാർക്കി ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അതിപ്പോഴെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ഈ കോഴ്സ്
ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഴ്സായിരിക്കും. ഈ കോഴ്സുകൾ ഇന്ന് ഇപ്പോൾ ഓഫർ ചെയ്യുന്ന ഞാൻ ഫൗണ്ട് ചെയ്ത കോളേജ് തന്നെ ലൂർദ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി, കുറ്റിച്ചൽ, ട്രിവാൻഡ്രം. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ടീമിലുണ്ടായിരുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സ് അവിടുന്ന് പോയി വേറെ പുതിയ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മോഹൻദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, അത് പിന്നെ നെടുമങ്ങാട് ആനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് അതിൻ്റെ ഇപ്പോൾ ഡയറക്ടറായി പുള്ളി. അദ്ദേഹം അതിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അങ്ങനെ ആ കോളേജ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്. അതും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന എൻ്റെ കൊളീഗ്സായിട്ടുണ്ടായിരുന്നവരാണ്, എൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നവരാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കോളേജിൻ്റെ പേരുകൾ ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെയൊക്കെ നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പിന്നെ പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. എന്നാണെങ്കിലും ലൂർദ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. മറ്റു കോളേജുകൾ ഞാൻ സന്ദർശിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല. എങ്കിലും നല്ല കോളേജുകളാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുക, നിങ്ങളതിന് പോകുക. നിങ്ങൾക്ക് ധാരാളം അതുകൊണ്ടുള്ള ഒത്തിരിയധികം ഉയർച്ച ഉണ്ടാകും. നിങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കത്തില്ല. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഡോക്ടർ TC's പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡോക്ടർ TC's ക്രിയേഷൻ, TC എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് തോമസ് ചാക്കോ എന്നാണ്. അപ്പം TC എന്ന് പറഞ്ഞാൽ തോമസ് ചാക്കോ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് TC's പ്രൊഡക്ഷൻ അല്ലെങ്കിൽ TC's ക്രിയേഷൻ. ഈ ചാനലിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ ഞാനൊരു 5 എപ്പിസോഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ചെയ്തു പോകാൻ പോവാണ് എല്ലാത്തിനും. ഇപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ബാക്കി കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകും അത്. അപ്പോൾ അതിനകത്ത് ഉദാഹരണത്തിന് പല കാര്യങ്ങളും നമുക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നല്ല ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുവഴി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെയൊക്കെ സെക്ഷന്, ഉദാഹരണം അവിടെ ആരൊക്കെ ജോലി ചെയ്യുന്നു, ഏതെല്ലാം രീതിയിലുള്ള ജോലിയാണ്, എന്തെല്ലാം നിങ്ങളവിടെ പഠിക്കും, ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം കേട്ടോ. എൻ്റെ ഈ ചാനലിനെ നിങ്ങളൊന്ന് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിങ്ങൾക്കെല്ലാവരും നല്ല ഭാവി ഞാൻ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.